ഹരി ഓം. സുഹൃത്തികളായ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമന്നാരായണീയത്തിലെ 3-ാം ദശകത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. ദശകം 3, ഭക്തി പ്രാർത്ഥന, ശ്ലോകം 1. പഠന്തോ നാമാനി പ്രമദഭരസിന്ധോ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താ ത്വയി ഖലു രമന്തെ പരമമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. അന്വയാർത്ഥവും സാരാംശവും നോക്കാം. 3-ാം ദശകത്തിൽ ഭഗവാനിൽ ഭക്തി ഉണ്ടാകാൻ നാം എന്തെല്ലാം ചെയ്യണം എന്നാണ് ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് ഭഗവാനെ സംബോധന ചെയ്യുകയാണ്. ഹേ വരദ എന്ന്. വരദ എന്നാൽ എന്താണ് അർത്ഥം? അല്ലയോ വരങ്ങൾ ദാനമായി നൽകുന്ന ഭഗവാനെ, തൻ്റെ ഭക്തന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുന്ന അല്ലയോ ഭഗവാനെ. തേ നാമാനി പടന്തഹ, ആരാണോ അവിടുത്തെ നാമങ്ങൾ ചൊല്ലുന്നത്, ആരാണോ അവിടുത്തെ കീർത്തനങ്ങൾ പാടി പുകഴ്ത്തുന്നത്. തേ ഗുണകഥാഹ കഥയന്തഹ, ആരാണോ അവിടുത്തെ ഗുണകഥകൾ പറയുന്നത്, കേൾക്കുന്നത്. തേ രൂപം സ്മരന്തഹ, ആരാണോ അങ്ങയുടെ ദിവ്യമംഗളവും മനോഹരവുമായിട്ടുള്ള രൂപം സ്മരിക്കുന്നത്, ധ്യാനിക്കുന്നത്. അവർ പ്രമദഭരസിന്ധൗ നിപതിതാഃ, അവരുടെ മനസ്സ് ആനന്ദം കൊണ്ട് നിറയും. ഉള്ളിൽ നിറഞ്ഞ ആനന്ദ സമുദ്രത്തിൽ ആറാടാൻ അവർക്ക് സാധിക്കും. അങ്ങനെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ആരാണോ ചരന്തഹ, ഈ ലോകത്ത് സഞ്ചരിക്കുന്നത്. യേ ഭക്താഹ, അങ്ങനെയുള്ള ഭക്തന്മാർ. ത്വയി രമന്തേ ഖലു, ഭഗവാനെ അങ്ങയിൽ തന്നെ രമിക്കുന്നു. സമധിഗത സർവാഭിലഷിതാൻ, ഭഗവാനെ അവർ തന്നെയാണ് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച ഭാഗ്യവാന്മാർ. അങ്ങനെയുള്ള ഭക്തന്മാരായ അമൂൻ ഇവരെ അഹം പരം ധന്യാൻ മന്യേ, അങ്ങേയറ്റം ധന്യന്മാരാണെന്ന് ഞാൻ കരുതുന്നു ഭഗവാനെ. തീർച്ചയായും അവരാണ് അനുഗ്രഹീതർ, അവരാണ് ശ്രേഷ്ഠർ, അവരാണ് മഹാഭാഗ്യവാന്മാർ എന്നാണ് ഞാൻ കരുതുന്നതെന്ന് ഭട്ടതിരിപ്പാട് 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. നമുക്കും ഭഗവാന്റെ ദിവ്യനാമങ്ങൾ ചൊല്ലാനും കീർത്തനങ്ങൾ പാടാനും ആ മനോഹരമായ ദിവ്യമംഗളമായ സ്വരൂപത്തെ ധ്യാനിക്കാനും ഗുണകഥകൾ പറയാനും കേൾക്കാനും അങ്ങനെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനും സാധിക്കട്ടെ. അതിന് ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ. ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിൽ താല്പര്യമുണ്ടാവുകയുള്ളൂ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തികളായ എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് 3-ാം ദശകത്തിലെ 1-ാം ശ്ലോകം ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ശ്രദ്ധയോടെ നാരായണീയം പഠിക്കുന്ന എല്ലാ പഠിതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരി ഓം. നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 3, ഭക്തി പ്രാർത്ഥന, ശ്ലോകം 2. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസപരേപ്യനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം ഭവത്പാദാംഭോജസ്മരണരസികോ നാമനിവഹാൻ അഹം ഗായം ഗായം കുഹചന വിവത്സ്യാമി വിജനേ. ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥവും സാരാംശവും നോക്കാം. ഈ ദശകം മുതലാണ് ഭട്ടതിരിപ്പാട് തൻ്റെ രോഗങ്ങളെപ്പറ്റി പറയുന്നത്. നാരായണീയം
ഒന്നാം ദശകത്തിൽ ഭട്ടതിരിപ്പാട് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ വിശ്വപീഡാപഹത്യൈ എന്നാണ് പ്രാർത്ഥിച്ചത്. ലോകത്തിലുള്ള മുഴുവൻ ചരാചരങ്ങളുടെയും ദുഃഖം ഇല്ലാതാക്കണേ ഭഗവാനെ എന്നാണ് പ്രാർത്ഥിച്ചത്. ഈ ലോകം എങ്ങനെയുള്ളതാണെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അനിത്യമസുഖം ലോകം. ഈ അരവരി മാത്രം പഠിച്ചാൽ മതി. ഈ ലോകത്തിൻ്റെ നശ്വരതയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലോകം അനിത്യമാണ്, അസുഖമാണ്. അതിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇമം പ്രാപ്യ ഭജസ്വമാം. ആ ഭഗവാനെ തന്നെയാണ് നമ്മൾ ശരണം പ്രാപിക്കേണ്ടത്. ഈ ദശകത്തിലും ഭട്ടതിരിപ്പാട് തൻ്റെ രോഗത്തിനെ മാറ്റിത്തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഈ ശ്ലോകത്തിൽ ഭഗവാനെ സംബോധന ചെയ്യുകയാണ് ഹേ വിഷ്ണു എന്ന്. വിഷ്ണു എന്ന വാക്കിൻ്റെ വ്യുൽപ്പത്തി വ്യാപ്നോതി ഇതി വിഷ്ണു എന്നാണ്. എല്ലായിടവും വ്യാപിച്ചവൻ, നിറഞ്ഞിരിക്കുന്നവൻ എന്നർത്ഥം. അങ്ങനെയുള്ള ഹേ വിഷ്ണു, എനിക്ക് അങ്ങയെ കീർത്തിക്കാൻ കഴിയണം. പക്ഷേ സാധിക്കുന്നില്ല. എന്താ കാരണം? ഗതക്ലിഷ്ടം. ഭഗവാനെ, ഞാൻ രോഗം കൊണ്ട് ക്ലേശിക്കുന്നു. ചിത്തം, എൻ്റെ മനസ്സ്, തവ ചരണസേവാരസഭരേപി, അങ്ങയുടെ പാദസേവയിലുള്ള രസം കൊണ്ട് നിറഞ്ഞ് ആനന്ദം അനുഭവിക്കാൻ പോലും അനാസക്തം ഭവതി, ആസക്തിയില്ലാതായി തീർന്നിരിക്കുന്നു ഭഗവാനെ. കഷ്ടം പദ, അത് കഷ്ടം തന്നെയല്ലേ ഭഗവാനെ? അതുകൊണ്ട് ഭഗവാനെ ദയാം കുരു, എന്നിൽ ദയ ഉണ്ടാകണേ. അഹം, ഞാൻ, ഭവത്പാദാംഭോജ സ്മരണരസിക, അങ്ങയുടെ താമര പോലെയുള്ള പാദങ്ങളുടെ സ്മരണയാൽ ആ പാദങ്ങളെ ധ്യാനിച്ച് രസിക്കുന്നവനായി ആനന്ദത്തിൽ ആറാടിക്കൊണ്ട് നാമനിവഹാൻ, നാമങ്ങൾ പാടിപ്പാടി, ഗായം ഗായം വിജനേ, ഏകാന്തമായ സ്ഥലത്ത് വിജനത്തിൽ വിവത്സ്യാമി, കഴിഞ്ഞുകൊള്ളാം, വസിച്ചുകൊള്ളാം ഭഗവാനെ. രോഗം നിമിത്തം ഭഗവാന്റെ സേവ, പാദഭജനം, എന്തിന് ഭഗവാന്റെ കീർത്തനം, ധ്യാനം തുടങ്ങിയ ഭക്തിമാർഗത്തിൽ പ്രവേശിച്ച് ആനന്ദ അനുഭൂതി കൈവരിക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല ഭഗവാനെ. ഭഗവാനെ, അങ്ങ് സർവാന്തര്യാമിയാണ്. ഭക്തൻ്റെ മാനസികവും ശാരീരികവുമായ എല്ലാ വേദനകളും അങ്ങേക്കറിയാം, തീർച്ച. അങ്ങയുടെ പാദസരോജങ്ങളെ ധ്യാനിക്കുക നിമിത്തമുണ്ടാകുന്ന ആനന്ദത്തിൽ മുങ്ങി അവിടുത്തെ നാമങ്ങൾ പാടിപ്പാടി എവിടെയെങ്കിലും ഏകാന്തത്തിൽ ഞാൻ കഴിഞ്ഞുകൊള്ളാം ഭഗവാനെ. അതിനുവേണ്ടി അങ്ങയുടെ കൃപാകടാക്ഷം എന്നിൽ ഉണ്ടാകണേ എന്ന് ഭട്ടതിരിപ്പാട് ഹൃദയം ഉരുകി പ്രാർത്ഥിക്കുകയാണ്. ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയാണ്. നമുക്കിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ശാരീരികവും മാനസികവുമായ പല അസ്വസ്ഥതകളും അസുഖങ്ങളും മാറാനായിട്ട് ഈ ദശകം പാരായണത്തിലൂടെ സാധിക്കും എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. നാരായണീയം ശ്രദ്ധയോടെ പഠിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ. നമുക്കും ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നാരായണീയം പാരായണം ചെയ്യാനും കീർത്തിക്കാനും സാധിക്കുകയുള്ളൂ. തെറ്റുകൂടാതെ എല്ലാവരും വായിക്കുകയും പഠിക്കുകയും വേണം. അതിന് ഈ പഠനം കൊണ്ട് സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരവും നന്ദിയും അർപ്പിക്കുന്നു. ഹരി ഓം, നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 3 ഭക്തിപ്രാർത്ഥന. നമുക്കിന്ന് 3-ാമത്തെ ശ്ലോകമാണ് പഠിക്കാനുള്ളത്. പാരായണം ചെയ്യാം. ശ്ലോകം 3. കൃപാ തേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം
മദീയക്ലേശൗഘ പ്രശമനദശാ നാമ കിയതി ന കേ ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിതാഃ ഭവദ്ഭക്താ മുക്താ സുഖഗതിം അസക്താ വിദധതേ. അന്വയാർത്ഥം നോക്കാം. ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ ഭഗവാനെ സംബോധന ചെയ്യുന്നത് ഐ എന്നാണ്. അല്ലയോ പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭഗവാനെ, തേ കൃപ, അങ്ങയുടെ കൃപ, ദയ, വാത്സല്യം, ജാതാചേത്, ഉണ്ടാവുകയാണെങ്കിൽ, തനുഭൃതാം, ജീവികൾക്ക്, കിം ഇവ നഹി ലഭ്യം, എന്താണ് ലഭിക്കാത്തത് ഭഗവാനെ? ലഭിക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല, എല്ലാം ലഭിക്കും എന്നർത്ഥം. അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങ് മദീയ ക്ലേശൗഘം, എൻ്റെ ക്ലേശങ്ങളെ, പ്രശമനദശ, ഇല്ലാതാക്കുക എന്നത്, നാമകിയതി, എത്ര നിസ്സാരമാണ് ഭഗവാനെ. മദീയ ക്ലേശൗഘം പ്രശമനദശ നാമകിയതി, എൻ്റെ ക്ലേശങ്ങളെ, എൻ്റെ വിഷമങ്ങളെ, എൻ്റെ ദുഃഖങ്ങളെ ഒക്കെ നശിപ്പിക്കുക എന്നത് എത്ര നിസ്സാരമായ കാര്യമാണ് ഭഗവാനെ. കേ ഏതേത് ഭവദ്ഭക്ത ശോകാഭിരഹിത, ഏതേത് ഭക്തരാണ് ശോകം, ദുഃഖം, വിഷമം, സങ്കടം ഒക്കെ പാടെ മാറി, മുക്താഹ സുഖഗതിം ന വിദധതേ, മുക്തരായിട്ട് സുഖത്തെ അല്ലെങ്കിൽ ആനന്ദാവസ്ഥയെ നേടാതിരുന്നത്. ആ കുചേല ബ്രാഹ്മണൻ എന്താ പറഞ്ഞത് ഭഗവാനെ? അയം ഹി പരമോ ലാഭോ ഉത്തമ ശ്ലോക ദർശനം, ഭഗവാന്റെ ദർശനം ഒന്നുകൊണ്ട് മാത്രം എനിക്ക് പരമമായ ലാഭമാണ് ഉണ്ടായത്. ഞാൻ ഭാഗ്യവനായി തീർന്നു ഭഗവാനെ. ആരാണോ ഭഗവാനെ ഭജിക്കുന്നതും ഭഗവാൻ അവരുടെ സകല ദുഃഖവും ദുരിതവും കഷ്ടപ്പാടും വേദനയും എല്ലാം മാറ്റിക്കൊടുക്കും. കാരുണ്യക്കടലാണ് ഭഗവാൻ. അങ്ങനെ തനിക്കും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകണേ എന്ന് ഭട്ടതിരിപ്പാട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാന്റെ നാമസങ്കീർത്തനം ആരാണോ ചെയ്യുന്നത് അവരുടെ സകല പാപവും നശിക്കും. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം എന്നല്ലേ ഭാഗവതം പറഞ്ഞത്. ആ ഭഗവാനെ ഒന്ന് സ്മരിക്കുന്നവരുടെ സംസാരക്ലേശങ്ങൾ എല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കും. യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് പ്രമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ വാദരോഗവും മാറ്റിത്തരും എന്ന് ഭട്ടതിരിപ്പാട് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്തു. ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മനുഷ്യന് സാധിക്കാൻ വയ്യാത്തതായിട്ട് ഒന്നും തന്നെയില്ല. തനിക്ക് നേരിട്ടിട്ടുള്ള മാനസികവും കായികവും ആയ വേദനകളെ മാറ്റാൻ യാതൊരു വിഷമവുമില്ല. ഈ പ്രപഞ്ചത്തിൽ ശോകരഹിതന്മാരായി എത്രയോ ഭക്തന്മാർ മുക്തി നേടി പ്രപഞ്ച വിഷയങ്ങളിൽ ആസക്തിയില്ലാതെ സ്വതന്ത്രരായി കഴിയുന്നു. ആ ഭാഗ്യം തനിക്കുമുണ്ടാകണമെന്ന് ഭട്ടതിരിപ്പാട് ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. ഭട്ടതിരിപ്പാടിൻ്റെ ഓരോ പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥനയായിട്ട് കരുതണം. നമുക്കും എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും മോചനം നേടാനായിട്ട് ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീമന്നാരായണീയത്തിൽ ഇന്ന് നമുക്ക്
ദശകം 3 4-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ഭക്തി കൊണ്ട് അരോഗദൃഢഗാത്രരായ ഭക്തന്മാരെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് പാരായണം ചെയ്യാം. ദശകം 3 ഭക്തി പ്രാർത്ഥന. ശ്ലോകം 4. മുനിപ്രൗഢാരൂഢാ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവത്പാദാംഭോജ സ്മരണവിരുജോ നാരദമുഖാഃ ചരന്തീശ സ്വൈരം സതതപരിനിർഭാതപരചിത് സദാനന്ദദ്വൈത പ്രസരപരിമഗ്നാ കിമപരം. അന്വയാർത്ഥവും സാരാംശവും നോക്കാം. ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് ഭഗവാനെ സംബോധന ചെയ്യുകയാണ്. ഹേ ഈശ എന്ന്. അല്ലയോ സർവശക്തനായ ഭഗവാനെ. ഈശ്വരൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഭരണശ്രേഷ്ഠൻ എന്നാണ്. ഭരണശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സംരക്ഷിക്കുന്നവൻ എന്നർത്ഥം. അങ്ങനെ എല്ലാവരെയും സംരക്ഷിക്കുന്ന ഭഗവാനെ ജഗതി ഈ ലോകത്തിൽ നാരദമുഖാഃ നാരദ മഹർഷിയെപ്പോലെ രൂഢാഃ അനേകം പ്രസിദ്ധരായ മുനിപ്രൗഢാഃ ആത്മജ്ഞാനികൾ മുനിശ്രേഷ്ഠന്മാർ ഭഗവാനിലുള്ള ഭക്തി കൊണ്ട് ഗൂഢാത്മഗതയഃ ആർക്കും അറിയാത്ത ആത്മജ്ഞാനം നേടിയവരായിട്ട് സഞ്ചരിക്കുന്നു. നാരദ മഹർഷിയുടെ പൂർവകഥ കേട്ടാൽ നമ്മുടെ കണ്ണ് നിറയും, നമുക്ക് രോമാഞ്ചമുണ്ടാകും. ഭാഗവതത്തിൽ പ്രഥമ സ്കന്ധത്തിലാണ് നാരദ മഹർഷിയുടെ കഥ എഴുതിയിട്ടുള്ളത്. നാരദൻ പൂർവജന്മത്തിൽ ഒരു ദാസീപുത്രനായിരുന്നു. അച്ഛനാരെന്നറിയില്ല, ഭഗവാനെ ഭജിക്കാൻ അറിയില്ല. അമ്മ പല പല വീടുകളിൽ പണിയെടുത്താണ് ജീവിക്കുന്നത്. അമ്മയുടെ കൂടെ ഈ ഉണ്ണിയും പോകും. ഒരിക്കൽ ഒരു വീട്ടിൽ വച്ച് ചാതുർമാസ്യത്തിൽ മഹർഷീശ്വരന്മാരിൽ നിന്ന് ഭഗവാന്റെ കഥ കേൾക്കാനിടയായി. ദാസീപുത്രനായതുകൊണ്ട് ഈ മഹർഷീശ്വരന്മാരെ പൂജാകാര്യങ്ങളിൽ സഹായിക്കാനാണ് ഉണ്ണി നിന്നത്. അപ്പോഴാണ് ഭഗവാനെപ്പറ്റി കേൾക്കാനായിട്ടിടയായത്. ആ മഹർഷീശ്വരന്മാർ ചാതുർമാസ്യം കഴിഞ്ഞ് പോയപ്പോൾ അവരുടെ കൂടെ പോകാനായിട്ട് ഉണ്ണി ഇറങ്ങി. അപ്പോൾ അവർ തടഞ്ഞു. അമ്മയുണ്ട്, അമ്മ ദുഃഖിക്കും, അതുകൊണ്ട് ഇപ്പോൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞു തടുത്തു. നാരദൻ ആ ഉണ്ണി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അമ്മയെ ഒരു പാമ്പ് കടിച്ചു മരിച്ചു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ഉടനെ കാട്ടിൽ പോയി ഭഗവാനെ ഭജിച്ചു. അപ്പോൾ ഒരു അശരീരി കേട്ടു, ഈ ജന്മത്തിൽ ഭഗവാനെ കാണാൻ പറ്റില്ല, അടുത്ത ജന്മത്തിൽ കാണാം എന്നായിരുന്നു അശരീരി. അടുത്ത ജന്മത്തിൽ ബ്രഹ്മാവിൻ്റെ മടിയിൽ പുത്രനായിട്ട് ജനിച്ചു. ഭഗവത് നാമം ജപിച്ചുകൊണ്ട് 14 ലോകങ്ങളിലും സഞ്ചരിക്കുന്നു. അതാണിവിടെ ഭട്ടതിരിപ്പാട് ഗൂഢാത്മഗതയ എന്ന് പറഞ്ഞത്. രഹസ്യമായിട്ടാണ് സഞ്ചരിക്കുന്നത്. എവിടെയും പോകാമല്ലോ. എല്ലാ ലോകത്തും തൻ്റെ ആ വീണയും വായിച്ച് ഭഗവത് നാമവും ജപിച്ച് ആനന്ദിച്ചുകൊണ്ട് നാരദ മഹർഷി നടക്കുന്നു. ഭഗവത് കഥകൾ പറയുന്നിടത്ത് കേൾക്കാനായിട്ട് അവിടെ എത്തും എന്നാണ് ആചാര്യന്മാർ പറയുക. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ശരീരവും മനസ്സും രോഗം ബാധിക്കുന്നില്ല. അവർ ആനന്ദത്തിൽ മുഴുകി നടക്കുന്നു. ഭഗവാനെ ഇതുപോലെ എത്രയെത്ര ഭക്തന്മാരാണ്. ഭവത്പാദാംഭോജ സ്മരണ വിരുജഹ അങ്ങയുടെ പാദപത്മങ്ങളുടെ സ്മരണ കൊണ്ട് വിരുജഹ എല്ലാ രോഗങ്ങളും മാറി ആരോഗ്യ ദൃഢഗാത്രരായി ചരന്തി സഞ്ചരിക്കുന്നു.
അവരെങ്ങനെയാ സഞ്ചരിക്കുന്നത്? സതത പരിനിർഭാത പരചിത് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്നാ കിമപരം. അവർ സതത എല്ലായ്പ്പോഴും പരിനിർഭാത പരചിത് എങ്ങും പ്രകാശിക്കുന്ന ആത്മജ്ഞാനവും സദാനന്ദ ശാശ്വതമായ ആനന്ദവും അദ്വൈത പ്രസര പരിമഗ്നാഹ ഏകാത്മവുമായ പ്രവാഹത്താൽ മുഴുകി സ്വൈരം ചരന്തി സ്വതന്ത്രരായിട്ട് സഞ്ചരിക്കുന്നു ഭഗവാനെ. അപരം കിം, അല്ലാതെ മറ്റെന്താണ് വേണ്ടത്? ഇതിലപ്പുറം ഒരു ഭക്തന് എന്തു വേണം? ഭഗവാൻ തന്നെയാണ് പരമസ്വരൂപൻ, പരമരസസ്വരൂപൻ. അവിടുത്തെ സ്മരിക്കലും കീർത്തനവും ഭജിക്കലും ഒക്കെ പരമരസം തന്നെയാണ്. നാരദനെ പോലെ ഭക്തിയാൽ അരോഗദൃഢഗാത്രരായ എത്രയെത്ര ഭക്തന്മാരാണ് ഈ അടുത്ത കാലത്ത് തന്നെ ഉണ്ടായിരുന്നത്. ഭാഗവതം വായിച്ച് ഭഗവത് കഥകളിൽ മുഴുകി അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പൂന്താനത്തിന് കഴിഞ്ഞില്ലേ? എപ്പോഴും മനസ്സ് ഭഗവാനിൽ വച്ചുകൊണ്ട് കഴിഞ്ഞ ആ പൂന്താനത്തെ ആർക്കാ മറക്കാൻ സാധിക്കുക? ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് പൂന്താനത്തിനെ കൊണ്ട് പാടിച്ചില്ലേ? ഭഗവാന്റെ മാഹാത്മ്യം കേൾക്കുന്തോറും രസം കൂടിക്കൂടി വരും. എത്ര പറഞ്ഞാലും കേട്ടാലും മതിയാകാത്തത് ഭഗവത് കഥകൾ മാത്രം. ഭഗവാനെ സേവിച്ചാൽ, ഭജിച്ചാൽ, ആശ്രയിച്ചാൽ ആനന്ദാനുഭൂതി ഉണ്ടാകും. ഇതുപോലെ തന്നെ ജീവിതത്തെ ധന്യമാക്കിയ ആ കുരൂരമ്മയുടെ അരികിൽ ചെന്ന് ആ നാമജപം കേൾക്കാനായിട്ട് ഭഗവാനെ അവിടുന്ന് ചെന്ന് നിന്നില്ലേ? ആ അമ്മ കുട്ടയ്ക്കകത്ത് പിടിച്ചിട്ടിട്ടും തൂണിൽ കെട്ടിയിട്ടിട്ടും ഞാൻ എന്താ ചെയ്തു തരേണ്ടതമ്മേ എന്ന് പറഞ്ഞ് അവിടെ കൂടിയില്ലേ ഉണ്ണിക്കണ്ണൻ? ഗുരുവായൂരമ്പലത്തിലെ പൂജാരിയുടെ മകൻ ആ ഉണ്ണി നമ്പൂതിരി കൊടുത്ത പായസച്ചോറ് ആരാ വാങ്ങിത്തിന്നത്? ആ ഉണ്ണിക്കണ്ണനല്ലേ? ഭക്തിസൂത്രോപലഭ്യ, ഭക്തിയാകുന്ന ചരടുകൊണ്ട് ബന്ധിപ്പിച്ച് നിർത്തിയാൽ അവിടെ നിന്നും പോകില്ല കണ്ണൻ. കാരുണ്യത്തിടമ്പാണ് ഗുരുവായൂരപ്പ അങ്ങ്. ഭഗവാനെ, അങ്ങയുടെ ഭക്തന്മാർ സച്ചിദാനന്ദത്തിൽ മുഴുകി ആ ആനന്ദത്തിൽ ആറാടി വർത്തിക്കുന്നില്ലേ? ഒരു ഭക്തന് അപരം കിം, ഇതല്ലാതെ മറ്റെന്താണ് വേണ്ടത്? എന്താണ് പ്രാർത്ഥിക്കാനുള്ളത്? എന്താണ് നേടാനുള്ളത്? ഇത് നേടിയാൽ അവൻ എല്ലാം നേടിയവനായി. അവന് ഇനി ഒരു കർമ്മവും ചെയ്യാനില്ല, ഒന്നും നേടാനുമില്ല. അങ്ങനെ ഈ ജന്മത്തിൽ തന്നെ ആനന്ദത്തിൽ ആറാടി ആ ഭഗവാനിൽ ചേർന്ന് വസിക്കാൻ സാധിക്കും. ഭഗവാനെ, എന്നെ ഒരു ഭക്തനാകാൻ, ഒരു ഭക്തദാസനാകാൻ എനിക്കും കഴിയണേ എന്ന് ഭഗവാനോട് നമുക്കും പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള ഭക്തന്മാരാണ് സുഹൃതികൾ, അവരാണ് ധന്യർ. ആ ഭഗവാന്റെ പാദങ്ങളിൽ അടിയുറച്ച ഭക്തി ഉണ്ടാകണേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് പാദങ്ങളിൽ ഈ ശ്ലോകം സമർപ്പിക്കാം. എല്ലാവർക്കും ഭക്തി ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. ഹരി ഓം, നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 3 5-ാമത്തെ ശ്ലോകം നോക്കാം. ഭവദ്ഭക്തിസ്പീതാ ഭവതു മമ സൈവ പ്രശമയേത് അശേഷക്ലേശൗഘം ന ഖലു കൃതി സന്ദേഹകണികാ ന ചേദ്വ്യാസസ്യോക്തി തവ ച വചനം നൈഗമവചോ ഭവേന്മിഥ്യാരഥ്യ പുരുഷവചന പ്രായമഖിലം. സാമാന്യ അർത്ഥവും സാരാംശവും നോക്കാം. ഇതിലും ഭട്ടതിരിപ്പാട് ഭഗവാനിൽ ഭക്തി വർദ്ധിപ്പിച്ചു തരണേ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്.
ഭക്തിയുടെ മഹത്വം വെളിപ്പെടുത്തുന്നതാണ് ഈ ശ്ലോകവും. അന്വയാർത്ഥം നോക്കാം. ഭഗവാനെ ഗുരുവായൂരപ്പ, മമ എനിക്ക്, ഭവത് ഭക്തി അങ്ങയിലുള്ള ഭക്തി സ്പീതാഭവതു നല്ലവണ്ണം വളർന്നു വരണം. സാ ഏവ ആ ഭക്തി വർദ്ധിച്ചാലോ, ഭക്തി വർദ്ധിച്ചാൽ എന്താ ഉണ്ടാവുക? അശേഷ ക്ലേശൗഘം പ്രശമേത് ഭഗവാനെ എൻ്റെ എല്ലാ ക്ലേശങ്ങളും ദുഃഖങ്ങളും ഇല്ലാതാകും, പ്രകർഷേണ ശമിക്കും ഭഗവാനെ എന്ന കാര്യത്തിൽ ഹൃദി സന്ദേഹ കണിക എനിക്ക് അല്പം പോലും സംശയമില്ല ഭഗവാനെ. എന്താ കാരണം? ഭഗവാൻ ആനന്ദസ്വരൂപനാണ്. ആനന്ദസ്വരൂപനായ ഭഗവാനെ ആര് ഭജിക്കുന്നുവോ അവർക്കും ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. നചേത് അങ്ങനെയല്ലെങ്കിൽ വ്യാസസ്യ ഉക്തിഹി വ്യാസഭഗവാന്റെ വാക്കും, തവ വചനം ഭഗവാനെ അവിടുത്തെ വാക്കുകളും, നൈകമവജോ ശ്രുതിവാക്യങ്ങളും വേദങ്ങളിൽ പറഞ്ഞതും അഖിലം എല്ലാം മിഥ്യാഭവേത് മിഥ്യയായി പോകില്ലേ ഭഗവാനെ? വെറും പാഴ്വാക്കായി മാറില്ലേ? രഥ്യാപുരുഷവചനം തെരുവിലെ പുരുഷന്മാരുടെ വിടുവാക്കുകൾക്ക് തുല്യമാവില്ലേ ഭഗവാനെ? അങ്ങനെ അധപ്പതിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അങ്ങനെ രക്ഷിക്കണം. അങ്ങ് എന്താണ് ശ്രുതികളിൽ പറഞ്ഞത്, വേദങ്ങളിൽ പറഞ്ഞത്? വ്യാസന്റെ വാക്കുകൾ എന്താണ്? ന വാസുദേവ ഭക്താനാം അശുഭം വിദ്യതേ ക്വചിത് വാസുദേവ ഭക്തന്മാർക്ക് അമംഗളം എന്നുള്ളത് ഒരു കാലത്തും സംഭവിക്കില്ല എന്നല്ലേ അങ്ങ് പറഞ്ഞത്? തൻ്റെ ഭക്തനെ കയ്യിലെടുത്തുകൊണ്ട് നടക്കും ഭഗവാൻ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പാപശമനത്തിന് ഭഗവാന്റെ നാമസങ്കീർത്തനം മതി. അതുകൊണ്ടല്ലേ രത്നാകരൻ വാൽമീകിയായി മാറിയത്? എല്ലാ കാലവും ലോകമുള്ള കാലത്തോളം ആ രാമമന്ത്രം നിലനിൽക്കും. ആ രാമനാമം അങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഭഗവാന്റെ വാക്കെന്താ? അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്നല്ലേ? ആരാണോ എന്നെ ഭജിക്കുന്നത് അവരുടെ യോഗവും ക്ഷേമവും ഞാൻ വഹിച്ചു കൊള്ളാമെന്നല്ലേ ഭഗവാൻ പറഞ്ഞത്? യോഗമെന്നാൽ നമുക്ക് എന്തൊക്കെയാണോ നേടേണ്ടത് അതെല്ലാം തരുന്നത് ഭഗവാനാണ്. ആ കിട്ടിയതിനെയൊക്കെ സംരക്ഷിക്കുന്നതും ഭഗവാൻ. അതിനെയാണ് ക്ഷേമം എന്ന് പറയുന്നത്. ഈ യോഗക്ഷേമം വഹാമ്യഹം എന്ന വാക്കുകളാണ്, ഭഗവാന്റെ വാക്കുകളാണ് LICക്കാർ അവരുടെ സിമ്പലായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞില്ലേ, കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി എൻ്റെ ഭക്തന് നാശമില്ല അർജുന. ഞാനിതാ സത്യം ചെയ്യുന്നു, എൻ്റെ ഭക്തന് ഒരിക്കലും നാശമില്ല. അങ്ങനെ പറഞ്ഞ ഭഗവാന്റെ വാക്കുകൾ ഒരിക്കലും മിഥ്യയാവില്ല. ഭഗവാന്റെ ഭക്തൻ്റെ വാക്കും ഒരിക്കലും മിഥ്യയാകാൻ ഭഗവാൻ അനുവദിക്കില്ല. എന്താ പ്രമാണം? സത്യം വിധാതും നിജഭൃത്യഭാഷിതം എൻ്റെയും എൻ്റെ ഭക്തന്മാരുടെയും വാക്ക് സത്യമാക്കും എന്നല്ലേ ഭഗവാൻ പറഞ്ഞത്? ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഞാൻ ആയുധമെടുക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ പിതാമഹൻ എന്താ പറഞ്ഞത്? ഞാൻ ഭഗവാനെ കൊണ്ട് ആയുധമെടുപ്പിക്കുമെന്ന്. ആ രംഗം ഭീഷ്മ പിതാമഹൻ ഓർക്കുന്നുണ്ട്. ഭീഷ്മ പിതാമഹൻ്റെ അമ്പുകളേറ്റ് ആ അർജുനൻ്റെ ദേഹം മുഴുവനും അങ്ങനെ ചോരയൊലിച്ചപ്പോഴും ഭഗവാനതാ തൻ്റെ ചക്രായുധവും എടുത്തുകൊണ്ട് ആ ഭീഷ്മ പിതാമഹൻ്റെ മുന്നിലേക്ക് ഓടിച്ചെന്ന രംഗം. ഭീഷ്മ പിതാമഹൻ തൊഴുകൈകളോടെ
ആ ഭഗവാന്റെ മുന്നിൽ തല കുനിച്ച് ഇരുന്നു. അത് കണ്ടിട്ട് ഭഗവാൻ ഒരു ചെറു പുഞ്ചിരിയോടെ അങ്ങനെ നോക്കി നിൽക്കുന്ന ആ രംഗം, ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കുമെന്ന് പറഞ്ഞ ആ ഭക്തൻ്റെ വാക്കുകളെ സത്യമാക്കിയില്ലേ ഭഗവാൻ? അങ്ങനെയുള്ള ഭഗവാന്റെ വാക്കുകളും ഒരിക്കലും, ഭക്തൻ്റെ വാക്കുകളും ഒരിക്കലും അസത്യമാവില്ല. ഭഗവാനിൽ ഭക്തി വർദ്ധിച്ചാൽ സകല ദുഃഖങ്ങളും ക്ലേശങ്ങളും ഇല്ലാതാകും. അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള ഭക്തി ഭഗവാനെ എനിക്കുണ്ടാകണേ എന്ന് ഭട്ടതിരിപ്പാടിനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. നാരായണീയം പഠിക്കുന്ന എല്ലാ പഠിതാക്കൾക്കും ഭഗവാനിൽ അടിയുറച്ച ഭക്തി ഉണ്ടാകട്ടെ. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നമ്മളെ എല്ലാവരെയും. ഭഗവാന്റെ പാദങ്ങളിൽ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. ഹരി ഓം നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 3-ലെ 6-ാമത്തെ ശ്ലോകമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ദശകം 3 ഭക്തി പ്രാർത്ഥന, ശ്ലോകം 6. ഭവത് ഭക്തിസ്താവത് പ്രമുഖമധുരാ ത്വദ്ഗുണരസാത് കിമപ്യാരൂഢാ ചേത് അഖില പരിതാപ പ്രശമനീ പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിമത പ്രാർത്ഥ്യമപരം. അന്വയാർത്ഥവും സാരാംശവും നോക്കാം. ഭഗവാനെ ഗുരുവായൂരപ്പ, ഭക്തി ആദ്യന്ത മധുരമാണെന്ന് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ സമർത്ഥിക്കുകയാണ്. ഭവത് ഭക്തി താവത്, ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയിലുള്ള ഭക്തിയാകട്ടെ പ്രമുഖ മധുര, തുടക്കത്തിൽ തന്നെ മധുരമുള്ളതാണ്. എന്തുകൊണ്ടാണ്? ത്വദ്ഗുണരസാത്, അവിടുത്തെ ഗുണങ്ങളുടെ മാധുര്യത്താൽ, ആ ഗുണങ്ങളുടെ രസത്താൽ ഭഗവാനിലുള്ള ഭക്തി തുടക്കത്തിൽ തന്നെ മധുരമുള്ളതാണ്. ഭഗവാന്റെ കഥ കേൾക്കുമ്പോഴും കീർത്തനങ്ങൾ പാടുമ്പോഴും നാമം ചൊല്ലുമ്പോഴും ആനന്ദത്തിൽ ആറാടില്ലേ നമ്മൾ? അഭേദാനന്ദ സ്വാമികൾ പറയും, നാമം ചൊല്ലി മതിയാകണില്ല എന്ന്. നാമപ്രചരണ ആചാര്യനാണ് സ്വാമികൾ. ഭക്തി തുടങ്ങുമ്പോൾ തന്നെ മധുരിക്കുന്നത് ആണ്. അത് തേടിപ്പിടിച്ചു പോവുക തന്നെ ചെയ്യും ഭക്തന്മാർ. അത് അങ്ങയുടെ ഗുണത്തിലുള്ള രസാധിക്യം നിമിത്തം ആണ് ഭഗവാനെ. ഭഗവാന്റെ ഗുണം എന്താണ്? സത്വഗുണം. ആ ഗുണത്തിൻ്റെ മാധുര്യം എത്ര നുണഞ്ഞാലും മതിയാവില്ല. ആ രസം നിമിത്തം ഭക്തി വർദ്ധിച്ചു വരും. കിമപി ആരൂഢചേത, അത് അല്പം വളർന്നു കഴിഞ്ഞാൽ അഖില പരിതാപ പ്രശമനീ, അത് എല്ലാ ദുഃഖങ്ങളെയും എല്ലാ താപങ്ങളെയും പ്രശമനീ, നിശേഷം ഇല്ലാതാക്കും. തീർച്ച, എനിക്കത് ഉറപ്പുണ്ട് ഭഗവാനെ. പുനഃ അന്തേജ, പിന്നീട് ഒടുവിൽ, സ്വാന്തേ തൻ്റെ ഉള്ളിൽ മനസ്സിൽ, വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം, ശുദ്ധമായ നിർമ്മലമായ അഖണ്ഡമായ ജ്ഞാനോദയത്തോടുകൂടി ചേർന്ന അദ്വൈതമാകുന്ന മഹാനന്ദത്തെ ലഭിക്കും. ഭക്തിയോടുകൂടിയ നാമജപം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എത്തിച്ചേരുന്നത് നമ്മുടെ ഹൃദയ നൈർമല്യമാണ്. ഹൃദയശുദ്ധി, ചിത്തശുദ്ധി ഉള്ളിടത്ത് മാത്രമേ ഭഗവാൻ വിളങ്ങൂ. ശരിക്കും ആ ജ്ഞാനഗംഗയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും. ശുദ്ധമായ ജ്ഞാനം ഏതാണ്? അദ്വൈതം, രണ്ടില്ലാത്തത്, ഭിന്നതയില്ലാത്ത അവസ്ഥ.
ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ട്, അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടില്ലാത്ത അവസ്ഥ. ഇവിടെ രണ്ടില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന അനുഭവം നമുക്കുണ്ടാകും. എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് ഒരേ ഒരു ഈശ്വരനാണ്. അപ്പോൾ ഭേദഭാവന ഇല്ലാതാകും. ഭഗവാൻ എൻ്റെ ഉള്ളിലും വർത്തിക്കുന്നത് കൊണ്ട് ഞാനും ഭഗവാനും ഒന്ന് തന്നെ. ഏകം, എല്ലാം ഒന്നാണെന്ന ഭാവന, അതാണ് ജ്ഞാനം. ജ്ഞാനമുണ്ടായാൽ പിന്നെ പരമാനന്ദം. ജ്ഞാനേനൈവതു കൈവല്യം. കൈവല്യം എന്നാൽ മോക്ഷം എന്നർത്ഥം. കേവലസ്യ ഭാവം കൈവല്യം, അതുമാത്രമാണ് ഉള്ളത് എന്ന അനുഭവം ഉണ്ടാകും. വിമലപരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം. ശുദ്ധജ്ഞാനോദയം കൊണ്ട് മഹാ ആനന്ദം വെളിവാകുന്നു, ലഭിക്കുന്നു. അതപരം കിം പ്രാർത്ഥ്യം. ഇതല്ലാതെ വേറെ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? എനിക്ക് ആദ്യ അവസാനം വരെ മധുരിക്കുന്നതായിട്ടുള്ള ആ ഭക്തി തന്ന് എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ. മോക്ഷകാരണ സാമഗ്ര്യാം ഭക്തിരേവ ഗരീയസി എന്നല്ലേ? മോക്ഷത്തിന് വേണ്ടിയുള്ള സാധനകളിൽ ഏറ്റവും വേണ്ടത് ഭക്തി തന്നെയാണ്. അത് തന്ന് എന്നെ അനുഗ്രഹിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് വേണ്ടത്? സുഖം വേണം, ദുഃഖം നശിക്കണം, മുക്തി ലഭിക്കണം. ഇത് മൂന്നും ഭഗവാനെ ഭജിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ലഭിക്കും. ഭഗവാനെ അല്പം ഭക്തിയോടുകൂടി ഭജിച്ചു നോക്കൂ. നമുക്ക് എന്തെന്നില്ലാത്ത സുഖം അനുഭവിക്കാൻ ആയിട്ട് സാധിക്കും. അതുകൊണ്ട് ഭഗവാനെ, എനിക്ക് അങ്ങയിൽ അടിയുറച്ച ഭക്തി തന്ന് അനുഗ്രഹിക്കണേ എന്ന് ഭട്ടതിരിപ്പാടിനോട് ഒപ്പം നമുക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമസ്തേ. ഹരി ഓം. ശ്രീമന്നാരായണീയം ദശകം 3-ലെ 7-ാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. വളരെ നല്ല ഒരു ശ്ലോകമാണിത്. ധ്യാന ശ്ലോകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ശ്ലോകമാണ്. ഇത് എല്ലാവരും പഠിക്കേണ്ട ശ്ലോകമാണ്. ആ ശ്ലോകം പാരായണം ചെയ്ത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ദശകം 3, ശ്ലോകം 7. വിധൂയ ക്ലേശാന്മേ കുരുചരണയുഗ്മം ധൃതരസം ഭവത്ക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധൗ ഭവന്മൂർത്യാലോകേ നയനം അധ തേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. സാമാന്യ അർത്ഥം നോക്കാം. ഭട്ടതിരിപ്പാട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ, ഗുരുവായൂരപ്പ, അങ്ങ് എന്ത് ചെയ്യണം? വിധൂയ ക്ലേശാന്മേ, എൻ്റെ ക്ലേശങ്ങളെ നിശേഷം മാറ്റിത്തരണേ. വിധൂയ എന്നാൽ ധുനനം ചെയ്യുക എന്നാണ് അർത്ഥം. അത് പറത്തിക്കളയണേ എന്നാണ് പ്രാർത്ഥന. രോഗമായും ദുഃഖമായും ഒക്കെ വരുന്ന ക്ലേശങ്ങൾ നമ്മൾ മരുന്ന് കഴിച്ചാൽ തൽക്കാലം മാറിയെന്ന് വരാം. അതുപോരല്ലോ. എന്തുകൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത്? ആയുർവേദം പറയുന്നു, പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ എന്നല്ലേ? നമ്മുടെ പൂർവജന്മത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന പാപങ്ങൾ മൂലമാണ് നമുക്ക് ആദികളും വ്യാധികളും വരുന്നതെന്നാണ്. ആദിവ്യാധികൾ. അത് മരുന്ന് കഴിച്ചാൽ മാത്രം പോരാ. ആ പാപവാസനയെ കൂടി ഉന്മൂലനം ചെയ്യണം. അതിന് ഉദാഹരണം ആചാര്യന്മാർ പറയുന്നത്, ശർക്കര കിടക്കുന്നിടത്ത് ഉറുമ്പ് വരും. ഉറുമ്പിനെ നമ്മൾ എത്ര തന്നെ അടിച്ചു കളഞ്ഞാലും ഉറുമ്പ് പിന്നെയും പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. ഉറുമ്പിനെ മാത്രം മാറ്റിയാൽ പോരാ,
അവിടെ ഇരിക്കുന്ന ശർക്കരയെ എടുത്തു മാറ്റണം. ശർക്കര എടുത്തു മാറ്റിയാലും പോരാ, ശർക്കര ഇരുന്നിടത്ത് പാടുപോലുമില്ലാതെ അതിനെ തുടച്ചു മാറ്റണം. അപ്പോൾ പിന്നെ ഉറുമ്പ് വരില്ല. അതുപോലെയാണ് ഭഗവാനെ അങ്ങയിലുള്ള ഭക്തി നമ്മുടെ പാപവാസനകളെ ഉന്മൂലനം ചെയ്യുന്നത്. അത് നിശേഷം മാറ്റിത്തരും. പാപവാസനകൾ മാറ്റിയാലോ നമ്മുടെ രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമുക്ക് മാറും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഭഗവാനെ അങ്ങയിലുള്ള ഭക്തി വർദ്ധിച്ചിട്ട് എൻ്റെ ക്ലേശങ്ങളെയൊക്കെ അങ്ങ് മാറ്റിത്തരണം. പിന്നെയോ, പിന്നെ എന്താണ് പ്രാർത്ഥന? ചരണയുഗ്മം ഭവക്ഷേത്രപ്രാപ്തോ. ഭഗവാനെ എൻ്റെ 2 കാലുകൾ കൊണ്ട് അവിടുത്തെ ക്ഷേത്രത്തെ പ്രാപിക്കാൻ സാധിക്കണം. അങ്ങയുടെ ക്ഷേത്രങ്ങൾ തോറും സഞ്ചരിക്കാൻ സാധിക്കണം. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കാൻ സാധിക്കണം. ഭഗവാനെ അങ്ങ് എൻ്റെ കാലുകളുടെ വേദന മാറ്റിത്തരണേ. എനിക്ക് വാതപീഠ ഉണ്ടാകരുത്. പിന്നെയോ കരമപിച്ചതേ പൂജനവിധൗ. എൻ്റെ കൈകൾ കൊണ്ട് അങ്ങയെ പൂജിക്കാൻ സാധിക്കണം. അങ്ങയുടെ ആ മനോഹരമായ വിഗ്രഹത്തിൽ, ആ നെറുകയിൽ ചന്ദനം തൊട്ട് മാലകൾ ചാർത്തി പൂക്കൾ അർപ്പിച്ച് ആരാധിക്കാൻ എനിക്ക് കഴിയണം. പൂജ എന്നാൽ പൂക്കൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കൽ മാത്രമല്ല, ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ചെയ്യുന്നതെന്തും പൂജയാണ്. ലോക നന്മയ്ക്കായി സേവന പ്രവൃത്തി ചെയ്യുന്നതും പൂജ തന്നെയാണ്. വൃക്ഷങ്ങൾ നടുന്നതും മാലിന്യങ്ങൾ മാറ്റി വൃത്തിയാക്കുന്നതും എല്ലാം ഭഗവാന്റെ പൂജ തന്നെയാണ്. പക്ഷേ എനിക്കിപ്പോൾ വാതരോഗം വന്ന് വല്ലാതെ വേദന അനുഭവിക്കുന്ന എനിക്ക് എൻ്റെ കൈകൾ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഭഗവാനെ അങ്ങ് എൻ്റെ കൈകളുടെ വേദന മാറ്റിത്തരണേ. അധനയനം ഭവൻമൂർത്തിയ ആലോകേ. ഭഗവാനെ എൻ്റെ കണ്ണുകൾ കൊണ്ട് അങ്ങയുടെ മനോഹരമായ വിഗ്രഹം കാണുന്നതിനും, ഘ്രാണം തേ പാദ തുളസി പരിഘ്രാണേ. എൻ്റെ മൂക്കുകൊണ്ട് അങ്ങയുടെ പാദങ്ങളിലെ തുളസീദളത്തെ മണപ്പിക്കുന്നതിനും കഴിയണം. ശ്രവണമപി തേ. ചെവികൾ കൊണ്ട് അങ്ങയുടെ മനോഹരമായ കഥകൾ കേട്ട് ആനന്ദിക്കാൻ സാധിക്കണം. ചാരുചരിതേ ധൃതരസഃ കുരു. അങ്ങയുടെ ആ ചാരുചരിതങ്ങൾ അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. കഥകളിൽ താല്പര്യമുള്ളതായി ഭവിക്കണമെങ്കിൽ അങ്ങയുടെ കാരുണ്യം വേണം ഭഗവാനെ. വേണ്ടാത്തതൊക്കെ കേൾക്കാൻ കാതു തുറക്കുന്ന നമ്മൾ ഭഗവത് കഥകൾ കേൾക്കാൻ താല്പര്യം കാണിക്കാറില്ല. അവരൊക്കെയാണ് അസുരജന്മത്തിൽ ജനിക്കേണ്ടി വരിക. ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ രുചി തോന്നാറില്ല. വായിൽ നിറച്ച് ഉപ്പ് വച്ചിട്ട് പഞ്ചസാര പായസം കുടിച്ചാൽ മധുരമുണ്ടാകുമോ? പഞ്ചാര പായസത്തിന് രുചിയില്ലെന്നേ പറയൂ. അതുകൊണ്ട് ഭഗവാനെ അവിടുത്തെ കാരുണ്യം എന്നിലുണ്ടാകണം. അങ്ങയുടെ മനോഹരമായിട്ടുള്ള കഥകൾ കേട്ട് എനിക്ക് രസിക്കാൻ സാധിക്കണം. അങ്ങനെ എൻ്റെ ഓരോ ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഭഗവാനെ ഭജിച്ചാൽ എനിക്ക് ആനന്ദ തുന്തിലതനാകാൻ സാധിക്കും. ഭഗവാനെ ആളുകൾ ഒന്നിച്ചുകൂടി ഭജിച്ചാലേ അത് ക്ഷേത്രമാകും. പൂജാരിയും തേവരും മാത്രം പോരാ ക്ഷേത്രത്തിൽ. ക്ഷേത്രമെന്നാൽ ക്ഷയാൽ ത്രായതേ ഇതി ക്ഷേത്ര എന്നാണ്. നമ്മളെ ക്ഷയത്തിൽ നിന്നും നാശത്തിൽ നിന്നും രക്ഷിക്കുന്നതാണ് ക്ഷേത്രം. ക്ഷേത്രമില്ലാത്തിടത്ത് വസിക്കല എന്നാണ് ശിവപുരാണം പറയുന്നത്. നമ്മുടെ സകല ഇന്ദ്രിയങ്ങളും എന്തിനുള്ളതായി ഇരിക്കണം? ഭഗവാനെ പൂജിക്കാനുള്ളതാകണം. കണ്ണെന്തിനു തന്നു ഭഗവാൻ നാരായണ രൂപം കാണാൻ, കാലെന്തിനു തന്നു ഭഗവാൻ നാരായണ സവിധം ചെല്ലാൻ. നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഭഗവാനെ പൂജിക്കാനായിട്ട്
നമുക്ക് സാധിക്കണം. ഭക്തിയുടെ പ്രാരംഭ പടികളാണ് ഈ ശ്ലോകത്തിൽ ഭട്ടേരി പറയണത്. ഇതിൽ പരം പ്രാർത്ഥനീയമായിട്ട് വേറെ ഒന്നുമില്ല. എൻ്റെ എല്ലാ കരണങ്ങൾ കൊണ്ടും ചെയ്യുന്നതെല്ലാം ഈശ്വരാരാധനയായി മാറ്റാൻ സാധിക്കണം. എൻ്റെ കരണങ്ങൾ കൊണ്ട് ഓരോ കരണങ്ങളും എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത്, എങ്ങനെ വിനിയോഗിച്ചാലാണ് അതുകൊണ്ട് നമുക്ക് സാഫല്യം നേടേണ്ടത് എന്നൊക്കെയാണ് ഭട്ടതിരിപ്പാട് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഭഗവാനെ, നമുക്ക് കാലുകൾ വേദനയില്ലാത്തപ്പോൾ അതിൻ്റെ വില അറിയില്ല. കാല് വേദനിക്കുന്ന മേൽപ്പത്തൂർ പറയുന്നു, കാലിൻ്റെ വേദന മാറ്റിത്തരണേ. എനിക്ക് അങ്ങയുടെ ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണ നമസ്കാരാദികൾ ചെയ്യാൻ സാധിക്കണം. എൻ്റെ കാലിനെ അതിൻ്റെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയണേ. ഭഗവാന്റെ ക്ഷേത്രങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയണം. എൻ്റെ സഞ്ചാരപഥങ്ങളെല്ലാം അങ്ങയ്ക്ക് വേണ്ടിയാകണമേ. സഞ്ചാരപഥയോ പ്രദക്ഷിണവിധി എന്നല്ലേ. ഞാൻ ചെയ്യുന്ന യാത്രകളെല്ലാം ഈശ്വരാഭിമുഖമാകണമേ, ഈശ്വര സേവയ്ക്കായി കൊണ്ടാകണമേ. അതിന് ഭഗവാനെ എൻ്റെ എല്ലാ ക്ലേശങ്ങളും അകറ്റി എൻ്റെ കർമ്മേന്ദ്രിയങ്ങൾക്കും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും ഭഗവാനെ ഭജിക്കാൻ താല്പര്യമുണ്ടാക്കി തരണേ എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾക്കും ഇതെന്നും നമ്മുടെ പ്രാർത്ഥനയായിട്ട് മാറ്റാനായിട്ട് സാധിക്കണം. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്നതെല്ലാം ഭഗവത് പൂജയാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ രാമായണത്തിൽ വിരാധസ്തുതി ഉണ്ടല്ലോ. വാണികൾ കൊണ്ടു നാമസങ്കീർത്തനം ചെയ്യാകേണം, പാണികൾ കൊണ്ട് ചരണാർച്ചനം ചെയ്യാകേണം, നേത്രങ്ങൾ കൊണ്ട് രാമലിംഗങ്ങൾ കാണാകേണം, ശ്രോത്രങ്ങൾ കൊണ്ട് കഥാശ്രവണം ചെയ്യാകേണം, ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടണം, ഉത്തമ ഭക്തന്മാർക്ക് ഭൃത്യനായി വരേണം ഞാൻ എന്നുള്ള ആ വിരാധസ്തുതിയും അതുപോലെ തന്നെ സുഗ്രീവസ്തുതിയും എല്ലാം ഈ ശ്ലോകവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സുഗ്രീവസ്തുതി: ത്വന്നാമ സങ്കീർത്തന പ്രിയയാകണം, എന്നുടെ ജിഹ്വാ സദാ നാണമെന്നിയേ, ത്വച്ചരണാംഭോരുഹങ്ങളിലെപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ, നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരണം എന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം, കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരേണം സദാ നിന്നുടെ ചാരുചരിതം ധരാപതേ, മച്ചരണദ്വയം സഞ്ചരിച്ചിടണം അച്യുതക്ഷേത്രങ്ങൾ തോറും രഘുപതേ, ത്വൽപാദപാംസു തീർത്ഥങ്ങളേൽക്കാകണം എപ്പോഴും അംഗങ്ങൾ തോറും ജഗത്പതേ, ഭക്തിയാ നമസ്കരിക്കായി വരേണം മുഹുരുത്തമാംഗം കൊണ്ട് നിത്യം ഭവൽപദം. ഈ ശ്ലോകങ്ങളൊക്കെ നമ്മൾ എന്നും ചൊല്ലേണ്ടതും എന്നും പ്രാർത്ഥിക്കേണ്ടതുമാണ്. ഇത് പ്രാർത്ഥനാ ശ്ലോകമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ആ ഭട്ടതിരിപ്പാടിൻ്റെ ആ ഭഗവാനോടുള്ള പ്രാർത്ഥനയിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് ഇത് കരുതുന്നത്. അതുകൊണ്ടാണ് ഈ ശ്ലോകത്തിനെ ധ്യാന ശ്ലോകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം, നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 3 ഭക്തിപ്രാർത്ഥന. അതിലെ 8ാമത്തെ ശ്ലോകമാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. ഇത് വളരെ തീവ്രമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണിത്. പാരായണം ചെയ്യാം. ശ്ലോകം 8. പ്രഭൂതാധിവ്യാധി പ്രസഭചലിതേ മാമകഹൃദി ത്വദീയം തദ്രൂപം പരമരസചിദ്രൂപമുദിയാത്, ഉദഞ്ചദ്രോമാഞ്ചോ ഗളിതബഹുഹർഷാശ്രുനിവഹോ, യഥാ വിസ്മര്യാസം ദുരുപശമപീഡാപരിഭവാൻ. അന്വയാർത്ഥവും സാരാംശവും നോക്കാം.
ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുകയാണ്, ഹേ ഗുരുവായൂരപ്പ, മാമകഹൃതി, ഭഗവാനെ എൻ്റെ മനസ്സ് അതാ പ്രസഭചലിത വല്ലാതെ ഇളകി മറിയുന്നു ഭഗവാനെ. എന്താ കാരണം? പ്രഭൂതാധിവ്യാധി, ഭഗവാനെ ശക്തമായ വർദ്ധിച്ചു വരുന്ന, പ്രഭൂത എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചത് എന്നാണ് അർത്ഥം, വർദ്ധിച്ചു വരുന്ന ആധിവ്യാധികൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ടും മനോദുഃഖങ്ങൾ കൊണ്ടും, പ്രസഭചലിതേ മാമകഹൃതി, എൻ്റെ മനസ്സ് വല്ലാതെ ഇളകി മറിയുന്നു ഭഗവാനെ. വ്യാധി എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ രോഗം, ആ രോഗത്തിൻ്റെ വേദനയാണ് ആധി. അത് സഹിക്കാൻ പറ്റില്ല, സഹിക്കാൻ വയ്യാതായപ്പോഴാണ്, വേദന സഹിക്കാൻ സാധിക്കാതെയാണ് ഭട്ടതിരിപ്പാട് ഭഗവാനോട് ആവലാതി പറയുന്നത്. ഭാഗവതം മുഴുവനും നല്ലവണ്ണം പഠിച്ച ഭട്ടതിരിപ്പാട്, സംസ്കൃത പണ്ഡിതൻ, എന്നിട്ടും വാതരോഗം വന്നിട്ട് വേദന സഹിക്കാൻ കഴിയാതെ ഭഗവാനോട് ആവലാതി പറയുകയാണ്. ഭഗവാനെ, എൻ്റെ മനസ്സത കൊടുങ്കാറ്റ് പോലെ ഈ രോഗങ്ങൾ കൊണ്ടും വേദന കൊണ്ടും ഇളകി മറിയുന്നു ഭഗവാനെ. അതുകൊണ്ട് ഭഗവാനെ, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ പരമരസചിദ്രൂപം ഉദിയാത് പൂർണ്ണമായ ആനന്ദമാകുന്ന ജ്ഞാനത്തിൻ്റെ സ്വരൂപമായിട്ടുള്ള അല്ലയോ ഭഗവാനെ, ത്വദീയം അങ്ങയുടെ മനോഹരമായ തദ്രൂപം, ആ ദിവ്യരൂപം എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു പ്രകാശിക്കണം, എൻ്റെ ഉള്ളിൽ ഉദിയാത് ഉദിക്കണം, ഉജ്ജ്വലമായിട്ട് പ്രകാശിക്കണം. ഈ ഭഗവാൻ ആരാ? ജ്ഞാനസ്വരൂപനാണ്, ആനന്ദസ്വരൂപനാണ്, പ്രകാശസ്വരൂപനാണ്. ഭഗവാന്റെ രൂപം നമ്മുടെ ഉള്ളിൽ ഉദിച്ചാൽ അജ്ഞാനമാകുന്ന കൂരിരുട്ട് നിശേഷം മാറും. സൂര്യൻ ഉദിച്ചാൽ ഇരുട്ട് മാറില്ലേ? ഹൃദയമാകുന്ന താമരപ്പൂ വിടരില്ലേ? അപ്പോൾ ഭഗവാന്റെ രൂപം എൻ്റെ ഉള്ളിൽ ഉദയം ചെയ്യണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം തന്നെ വേണം. ആ രൂപം എങ്ങനെയാണ് വർദ്ധിക്കുന്നത്? ഭക്തിയിൽ മുഴുകാൻ കഴിയണം. ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണം. വളരെ തീവ്രമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണത്. എല്ലാം മറന്ന് ഭഗവാന്റെ രൂപം ഉള്ളിൽ തെളിഞ്ഞ് പ്രകാശിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? ഉദഞ്ചത് രോമാഞ്ചഃ, ഭഗവാനെ എൻ്റെ ശരീരത്തിൽ രോമാഞ്ചമുണ്ടാകും, അത് മുകളിലേക്ക് ഉയരും, എൻ്റെ കണ്ഠം ഇടറും. ഗളിത ബഹുഹർഷാശ്രുനിവഹഃ, ആനന്ദക്കണ്ണീർ, സന്തോഷത്തിൻ്റെ കണ്ണീർ അങ്ങനെ എൻ്റെ കണ്ണിൽ നിന്നും ധാരധാരയായി ഒഴുകും ഭഗവാനെ. അത് ശീതബാഷ്പമായിട്ട് പുറത്തു വരും. ആ സന്തോഷം കൊണ്ട് യഥാ വിസ്മര്യാസം ദുരുപശമ പീഠാ പരിഭവാൻ, ഒരിക്കലും ശമിക്കാത്ത എൻ്റെ പീഡകൾ, രോഗങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ എല്ലാം യഥാ വിസ്മര്യാസം, എല്ലാം അപ്രകാരം തന്നെ എനിക്ക് വിസ്മരിക്കാൻ സാധിക്കും ഭഗവാനെ. ഞാൻ എത്ര പണിപ്പെട്ടിട്ടും ശമിക്കാൻ സാധിക്കാത്ത പീഡകളെ എപ്രകാരമായാൽ അവയൊക്കെ മറക്കാൻ സാധിക്കുമോ? അപ്രകാരം എനിക്ക് ഭക്തി തന്ന് എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ. ഭഗവാന്റെ രൂപം മനസ്സിൽ തെളിഞ്ഞാൽ സകല ദുഃഖങ്ങളും, കഷ്ടപ്പാടുകളും, വിഷമങ്ങളും, ദുരിതങ്ങളും, വേദനകളും എല്ലാം മറക്കാൻ കഴിയും ഭഗവാനെ. വാതരോഗത്തിനുള്ള ചികിത്സയാണ് ഭഗവാന്റെ രൂപം മനസ്സിൽ തെളിയുക, രോമാഞ്ചത്തൈലം പുരട്ടുക, കണ്ണുനീർ കൊണ്ട് ധാര ചെയ്യുക. ഇതല്ലാതെ വാതരോഗത്തിന് വേറെ ചികിത്സയൊന്നും വേണ്ട. ഭഗവാനിൽ ഭക്തി ഉണ്ടാകണേ. എല്ലാ വേദനകളും മാറാനുള്ള ഔഷധം ഇത് മാത്രമാണ്.
ഭക്തി വർദ്ധിച്ചാൽ ആദിവ്യാധികളെല്ലാം തന്നെത്താനെ ഒഴിഞ്ഞു പോകും ഭഗവാനെ. ഭഗവാന്റെ രൂപം ഹൃദയത്തിൽ അങ്ങനെ തെളിഞ്ഞു പ്രകാശിക്കണം. അങ്ങനെ ഞാൻ ഭക്തിയിൽ ആറാടിക്കൊണ്ട് ഭഗവത് സ്മരണയിൽ മുഴുകണം എന്ന പ്രാർത്ഥനയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഭഗവാനെ കാണാൻ നമ്മൾ കൊതിക്കണം. ഉള്ളിലെ മാലിന്യങ്ങൾ മാറണം. അപ്പോഴാണ് ഭഗവാൻ ഹൃദയത്തിൽ കുടികൊള്ളുന്നത്. അപ്പോൾ രാഗാദി വേദനകൾ ഒക്കെ, രോഗാദി വേദനകളൊക്കെ നമ്മൾ മറക്കും. ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടാകും, പക്ഷേ മനസ്സിന് അത് ബാധിക്കരുത്. അങ്ങനെയുള്ള മഹാത്മാക്കളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. രമണ മഹർഷി ശാരീരിക വേദനകൾ അദ്ദേഹം അവഗണിച്ചില്ലേ? രാമകൃഷ്ണ പരമഹംസർ രോഗപീഠകൾ വിസ്മരിച്ചില്ലേ? നാരായണ ഗുരുദേവൻ, അങ്ങനെ എത്ര പേർ. അവരുടെ ഉള്ളിൽ ഭഗവാൻ മാത്രം. അതുപോലെ നമ്മുടെ ഉള്ളിലും ഭഗവാൻ തെളിഞ്ഞു പ്രകാശിച്ച നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള സകല വേദനകളെയും വിസ്മരിക്കാൻ സാധിക്കും എന്നാണിവിടെ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ഇത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. എല്ലാവർക്കും ആ ഭഗവാൻ ഭക്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഹരി ഓം, നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 3 ഭക്തി പ്രാർത്ഥനയിലെ 9-ാമത്തെ ശ്ലോകം നോക്കാം. ഇതും ഒരു നല്ല പ്രാർത്ഥനയാണ്. ഭട്ടതിരിപ്പാട് ഭഗവാനോട് ആവലാതി പറയുന്നതാണ്, പരിഭവം പറയുന്നതാണ്. നമുക്ക് നോക്കാം. ദശകം 3 ഭക്തി പ്രാർത്ഥന, ശ്ലോകം 9. മരുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ജോപി സുഖിനോ ഭവത്സ്നേഹി സോഹം സുബഹു പരിതപ്യേജ കിമിദം അകീർത്തിസ്തേ മാഭൂത് വരദ ഗദഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തംസം ഛടിതി കുരു മാം കംസദമനാ. അന്വയാർത്ഥവും സാരാംശവും നോക്കാം. ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ ഭഗവാനോട് പരിഭവം പറയുകയാണ്. ഭഗവാനെ, ഗുരുവായൂരപ്പ, എൻ്റെ രോഗം മാറാതിരുന്നാൽ ഗുരുവായൂരപ്പന് ദുഷ്കീർത്തി ഉണ്ടാകും. നാണക്കേട് അങ്ങേക്കാണ് ഭഗവാനെ. അങ്ങ് കരുണാമൂർത്തിയാണ്, ഭക്തവത്സലനാണ്. അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ രോഗം മാറ്റിത്തരണം. ഇതിൽ 3 പേരുകളാണ് ഭട്ടതിരിപ്പാട് ഭഗവാനെ വിളിക്കുന്നത്. ആദ്യം വിളിക്കുകയാണ്, ഹേ മരുദ്ഗേഹാധീശ, അല്ലയോ ഗുരുവായൂരപ്പ, ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ദിവ്യക്ഷേത്രത്തിൽ അതിമനോഹരമായി വിളങ്ങുന്ന ഭഗവാനെ, അങ്ങ് വായുപുരത്തിൻ്റെ അധീശനാണ്. എൻ്റെ ശരീരം വാതരോഗം കൊണ്ടാണ് കഷ്ടപ്പെടുന്നത്. അപ്പോൾ വാതപുരേശനായ അങ്ങയ്ക്ക് എൻ്റെ നിസാരമായ വാതരോഗം മാറ്റാൻ ഒരു പ്രയാസവുമില്ല. ഹേ മരുദ്ഗേഹാധീശ ത്വയി, ഗുരുവായൂരപ്പ, അങ്ങയിൽ പരാഞ്ജഹാപി, ഭക്തിയില്ലാത്തവർ, പരാങ്മുഖരായിട്ടുള്ളവർ, അവർ പോലും സുഖിനഹ ഖലു, സുഖമായിട്ട് നടക്കുന്നില്ലേ ഭഗവാനെ? ഈ ഭൂലോക വൈകുണ്ഠമായ പൊന്നു തമ്പുരാൻ വാണരുളുന്ന ഈ ക്ഷേത്രത്തിൽ
ഒരിക്കൽ പോലും വരാത്തവർ, നാമസങ്കീർത്തനം ചെയ്യാത്തവർ, അവർ പോലും സുഖമായി നടക്കുന്നു ഭഗവാനെ. ഭഗവാനെ ഭജിക്കാത്തവർ, ഈശ്വരവിശ്വാസമില്ലാത്തവർ, ഗുരുക്കന്മാരെ വന്ദിക്കാത്തവർ എല്ലാവരും സുഖമായിട്ട് നടക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഗുരുക്കന്മാർ പറയും നമുക്ക് 4 വിശ്വാസം വേണമെന്ന്. ശാസ്ത്രങ്ങളിൽ വിശ്വാസം വേണം, പറഞ്ഞു തരുന്ന ഗുരുക്കന്മാരിൽ വിശ്വാസം വേണം, ഈശ്വരനിൽ വിശ്വാസം വേണം, പിന്നെ അവനവനിൽ തന്നെ വിശ്വാസം വേണം. ഇവിടെ ഇതാ ഭഗവാനിൽ വിശ്വാസമില്ലാത്ത പരാങ്മുഖരായിട്ടുള്ളവർ എന്താ ചെയ്യുന്നത്? അവർ ഭഗവാനെ ഭജിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഭഗവാനെ ഭജിക്കുന്നവരെ പോലും കളിയാക്കുന്നു, ഓരോന്നും പറഞ്ഞ് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവരൊക്കെ സുഖിനഹ, സുഖമായി ഉണ്ടും ഉറങ്ങിയും സിനിമ കണ്ടും കഴിയുന്നത് നമ്മൾ കാണുന്നില്ലേ? എന്നിട്ടും ഭഗവാനെ അങ്ങേ ഭജിക്കുന്ന ഞാനെന്താ ഇങ്ങനെ? ഭവസ്നേഹി സോഹം സുബഹുപരിതപ്യേജ കിമിതം. ഭഗവാനെ അങ്ങയെ സ്നേഹിക്കുന്ന, ഭജിക്കുന്ന, ആശ്രയിക്കുന്ന ഞാൻ വളരെയധികം ക്ലേശിക്കുന്നു, കഷ്ടപ്പെടുന്നു, ദുഃഖിക്കുകയും ചെയ്യുന്നു. എൻ്റെ കാര്യം വളരെ പരിതാപകരം തന്നെയാണ്. വേദന സഹിക്കാൻ സാധിക്കുന്നില്ല ഭഗവാനെ. ഇതം കിം, ഇത് എന്തുകൊണ്ട്? ഇതെങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും? ഭഗവാനെ ആശ്രയിക്കാത്ത പരാമുഖരായവർ സുഖിച്ചു നടക്കുമ്പോൾ ഭഗവാനെ ആശ്രയിച്ച എനിക്ക് എന്തിനാ, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇത്രയും വേദനയും ദുഃഖവും അനുഭവിക്കേണ്ടി വന്നത്? ഹേ വരദ, അല്ലയോ വരങ്ങൾ വാരിക്കോരിച്ചെരിയുന്ന ഭഗവാനെ, അങ്ങ് ധ്രുവനെയും പ്രഹ്ലാദനെയും ഗജേന്ദ്രനെയും അനുഗ്രഹിച്ച വരദനാണ്. അതൊക്കെ പുരാണ കഥ എന്ന് ആൾക്കാർ പറയും. എന്നാൽ ഇപ്പോൾ എൻ്റെ രോഗത്തെ മാറ്റിത്തരൂ. അങ്ങയ്ക്ക് ദുഷ്പേരുണ്ടാകാതിരിക്കാനെങ്കിലും അങ്ങ് എൻ്റെ രോഗത്തെ മാറ്റിത്തരണം. ഹേ കംസദമന, കംസൻ എന്ന ഭീകരനായ ദുഷ്ടനായ അസുരനെ കൊന്നവനല്ലേ അങ്ങ്? കംസനെ കൊല്ലാൻ ഭഗവാന് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ഞൊടിയിട കൊണ്ട് കംസനെ അങ്ങ് നശിപ്പിച്ചവനാണ്. അങ്ങനെയുള്ള ഭഗവാന് എൻ്റെ ഈ നിസാരമായ വാതരോഗം മാറ്റാൻ എന്ത് എളുപ്പമാണ്. എൻ്റെ രോഗമാകുന്ന കംസനെയും അങ്ങ് ദമനം ചെയ്യണം, നശിപ്പിക്കണം ഭഗവാനെ. എൻ്റെ രോഗം മാറ്റിയില്ലെങ്കിൽ അങ്ങയ്ക്ക് അകീർത്തി ഉണ്ടാകും. തേ അകീർത്തി മാഭൂത്. ഭഗവാനെ അങ്ങയ്ക്ക് അകീർത്തി ഉണ്ടാകരുതേ. ഗുരുവായൂരപ്പൻ കാരുണ്യമില്ലാത്തവനാണ്, ദയയില്ലാത്തവനാണ് എന്ന് പറയരുത്. അങ്ങയ്ക്ക് ദുഷ്പേരുണ്ടാകുന്നത് എനിക്കിഷ്ടമില്ല ഭഗവാനെ. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം? ഗതഭാരം പ്രശമയൻ. ഭഗവാനെ എൻ്റെ എല്ലാ രോഗങ്ങളെയും അങ്ങ് നിശേഷം മാറ്റിത്തരണം. മാം ഛടിതി ഭക്തോത്തംസം കുരു. ഭഗവാനെ എന്നെ പെട്ടെന്ന് അവിടുത്തെ ഭക്തന്മാരിൽ അഗ്രേസരനാക്കണേ, ഭക്തോത്തംസനാക്കണേ. അംസം എന്ന് പറഞ്ഞാൽ തോളെന്നാണ് അർത്ഥം. ഉത്തംസം എന്ന് പറഞ്ഞാൽ മുകളിലിരിക്കുന്നവൻ. ഭഗവാനെ അങ്ങയ്ക്ക് ദുഷ്കീർത്തി വരാതിരിക്കാനെങ്കിലും എൻ്റെ രോഗം മാറ്റിത്തരണേ. അപ്പോൾ ശ്രീകോവിലിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു അത്രേ. ഭഗവാൻ ഭട്ടതിരിപ്പാടിനോട് ചോദിക്കുകയാണ്, ഭട്ടരി ഭട്ടരി, എങ്ങനെയാ എനിക്ക് ദുഷ്പേരുണ്ടാകുന്നത്? ആൾക്കാർ പറയും, ഭഗവാനെ ഭജിക്ക്. മാതൃദത്തിൻ്റെ തോളിൽ പിടിച്ച് നടന്നു വന്ന ഭട്ടേരി ഇതാ ഇപ്പോൾ മഞ്ചേലിൽ എടുത്തുകൊണ്ട് പോണു എന്ന്. അങ്ങനെ ആൾക്കാർ പറയില്ലേ ഭഗവാനെ? ആരെക്കൊണ്ടും അത് പറയിക്കരുതേ. അതുകൊണ്ട് എൻ്റെ രോഗം മാറ്റിത്തരണേ. ഞാൻ ഇവിടെ വന്നിട്ട് ഇന്ന് 3-ാമത്തെ ദിവസമാണ്. ഓരോ ദിവസവും എത്രമാത്രം വേദനയാണ് ഞാൻ അനുഭവിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കിടപ്പാവില്ലേ ഭഗവാനെ? ഒരു സുഹൃത്തിനോട് പറയുന്ന പോലെയാണ്, സഖ്യഭാവത്തിലാണ് ഭട്ടതിരിപ്പാട്
ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ഭട്ടതിരിയുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. ഭട്ടതിരിയെ അരോഗദൃഢഗാത്രനായി തീർക്കുക തന്നെ ചെയ്തു. ഇത് നമുക്ക് 100-ാം ദശകത്തിൽ കാണാം. ഹരി ഓം. നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 3-ലെ 10-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. പാരായണം ചെയ്യാം. ദശകം 3 ഭക്തി പ്രാർത്ഥന. ശ്ലോകം 10. കിമുക്തേർഭൂയോഭി തവ ഹി കരുണായാവദുദിയാദ് അഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിതഃ പുരക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നതിനുതി നിഷേവാ വിരചയൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭട്ടതിരിപ്പാട് ഉപസംഹരിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകുന്നതുവരെ ഞാൻ ഭഗവാനെ ഭജിക്കും എന്ന ഒരു ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ്. കലികാലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് ഈ നാരായണീയം രചിച്ചിരിക്കുന്നത് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഭഗവാനെ, അങ്ങയുടെ കരുണ എന്നിൽ ഉണ്ടാകണം. എന്നിട്ട് എൻ്റെ രോഗം പൂർണ്ണമായും ഇല്ലാതാകണം. അല്ലെങ്കിൽ അതുവരേക്കും ഞാൻ എൻ്റെ ശക്തിക്കനുസരിച്ച് അങ്ങേ സേവിച്ചുകൊള്ളാം. അതാണ് എൻ്റെ നിശ്ചയം. എൻ്റെ രോഗം മാറുന്നതുവരെ ഞാൻ അങ്ങേ ഭജിക്കും. തൻ്റെ ശക്തിക്കനുസരിച്ച് ക്ഷേത്രഭജനം തുടരുവാൻ തന്നെ ഭട്ടതിരിപ്പാട് തീർച്ചപ്പെടുത്തി. ഭട്ടതിരിപ്പാട് ഭഗവാനെ ഈ ശ്ലോകത്തിൽ സംബോധന ചെയ്യുന്നതും ഹേ വരദ എന്നു തന്നെയാണ്. അല്ലയോ വരം ദാനമായി നൽകുന്ന ഭഗവാനെ. വീണ്ടും വീണ്ടും എത്ര പ്രാവശ്യമാണ് ഭഗവാനെ വരദ എന്ന് ഈ ദശകത്തിൽ തന്നെ സംബോധന ചെയ്തിരിക്കുന്നത്. ആർക്കും എന്തും നൽകുന്ന കൽപ്പവൃക്ഷമല്ലേ ഭഗവാൻ. ഈ ആർത്തൻ്റെ ഈ വാതരോഗം എന്നല്ലാതെ വേറൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ലയോ വരദ, വരങ്ങൾ ദാനം ചെയ്യുന്ന ഭഗവാനെ. കിമുക്തേർ ഭൂയോഭി കിം ഉക്തൈഹി ഭൂയോഭി. ഇനി വളരെയധികം ഞാൻ എന്തിനു പറയുന്നു? എന്തിനാണ് ആവർത്തിച്ച് പറയുന്നത്? ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഭഗവാനെ. ഒരു കാര്യം തീർച്ചയാക്കി. തവ കരുണ യാവതുദിയാത താവത്. അങ്ങയുടെ കാരുണ്യം എപ്പോൾ എന്നിൽ ഉണ്ടാകുമോ അതുവരയ്ക്കും അഹം പ്രഹിത വിവിധാർത്ഥ പ്രലപിതഃ. ഞാൻ ഉപേക്ഷിച്ചു. എന്താ ഉപേക്ഷിച്ചത്? വിവിധ തരത്തിലുള്ള പരാതി പറച്ചിൽ, ആവലാതി പറച്ചിൽ, അതെല്ലാം പ്രഹിത ഉപേക്ഷിച്ചു, ഒഴിവാക്കി ഭഗവാനെ. ആർത്തഭക്തിയാണ് ഭട്ടതിരിക്ക്. എൻ്റെ ആവലാതി പറയുന്നതൊക്കെ ഞാൻ ഉപേക്ഷിച്ചിട്ട് ഇനി എന്ത് ചെയ്യാൻ പോകുന്നു ഭട്ടതിരി? അങ്ങ് ഇപ്പോൾ ശ്രീകോവിലിൽ ഇല്ല. അങ്ങ് എൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത്. ഞാനിതാ അങ്ങേ വ്യക്തമായി കാണുന്നു ഭഗവാനെ. പുരഹ ക്ലിപ്തേ തവ പാദേ. എൻ്റെ മുന്നിലിതാ അങ്ങയുടെ പാദങ്ങൾ എനിക്ക് നന്നായിട്ട് തെളിഞ്ഞു കാണാം. ആ പാദങ്ങളിൽ യഥാശക്തി നന്ദിനുതി നിഷേവാവിരചയൻ. എന്നാൽ കഴിയുന്നത് പോലെ, എനിക്ക് സാധിക്കുന്നത് പോലെ, നതി നമസ്കാരം, നുതി സ്തുതി, നിഷേവ സേവനം, ഭജനം എന്നിവയെല്ലാം കൊണ്ട് ഞാൻ കഴിയും ഭഗവാനെ. ദിവസാനേഷ്യാമി. ഇനിയുള്ള ദിവസങ്ങൾ അങ്ങനെ തന്നെ ഞാൻ കഴിച്ചുകൂട്ടും. ഹേ ദേവ, അല്ലയോ പ്രകാശ സ്വരൂപനായിട്ടുള്ള ഭഗവാനെ, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന അല്ലയോ ഭഗവാനെ, എൻ്റെ ശരീരത്തെ, വാക്കുകളെ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങേ ഞാൻ സേവിക്കാൻ തന്നെ തീരുമാനിച്ചു. എൻ്റെ രോഗം മാറുന്നതുവരെ അങ്ങയെ സ്തുതിച്ചും
കഴിയുന്നത് പോലെ നമസ്കരിച്ചും ഭജിച്ചും ഞാൻ കഴിഞ്ഞുകൊള്ളാം ഭഗവാനെ. അപ്പോൾ ശ്രീലകത്തിരുന്നു കൊണ്ട് ഭഗവാൻ ചോദിച്ചു അത്രേ, ഉറപ്പാണോ ഭട്ടേരി? ഭട്ടേരി മറുപടി പറഞ്ഞു, വ്യക്തം, ഉറപ്പ് ഭഗവാനെ, മാറ്റമില്ല. തീർച്ചയായും ഭഗവാനെ, ഞാൻ തീരുമാനിച്ചു. എന്നെ കൊണ്ടാകുന്നത് പോലെ നമസ്കരിക്കും, എപ്പോഴും സ്തുതിക്കും, ഭജനമിരിക്കും. ഈ ഉറപ്പ് നമുക്കും വേണം. ജീവിതത്തിൽ എന്തെന്ത് ദുഃഖങ്ങൾ വന്നാലും ഭഗവാനെ ഭജിക്കുന്നത് നിർത്തരുത്. എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ, നഷ്ടം വരുമ്പോൾ ഭഗവാനെ ഭജിക്കുന്നത് നിർത്തുന്നവരാണ് നമ്മളിൽ കൂടുതൽ പേരും. ഭഗവത് ഭജനം നിർത്തിയെന്ന് മാത്രമല്ല, സമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ തന്നെ മടിക്കുന്നു. വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി കഴിഞ്ഞുകൂടുന്നു. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. സമൂഹത്തിലേക്ക് ഇറങ്ങണം, തങ്ങളാൽ കഴിയുന്നത് ചെയ്യണം. ഭഗവത് ഭജനം ഒരിക്കലും നിർത്താൻ പാടില്ല. ഇത് ഗുരുനാഥൻ്റെ വാക്കുകളാണ്. ഭഗവാന്റെ പാദങ്ങൾ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പ്രതീകങ്ങളാണ്. ആര് സത്യത്തിനെയും ധർമ്മത്തെയും മുറുകെ പിടിക്കുമോ അവർക്ക് സത്യസ്വരൂപനായിട്ടുള്ള ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. രോഗം മാറ്റിത്തരാനും ഭക്തി വർദ്ധിപ്പിച്ചു തരാനും കരുണ ഉണ്ടാകണമെന്നാണ് ഭട്ടതിരിപ്പാട് ഈ ദശകത്തിൽ പ്രധാനമായും പ്രാർത്ഥിച്ചത്. അപ്രകാരം ഭക്തി വർദ്ധിപ്പിച്ചു തരണേ ഭഗവാൻ, എൻ്റെ ഉള്ളിൽ എന്നുമെന്നും കുടികൊള്ളണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ എളിയ വാക്കുകൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഭക്തൻ്റെ പ്രാർത്ഥന സഫലമായി തീർന്നുവെന്ന് നാരായണീയത്തിൻ്റെ അവസാനം നമുക്ക് കാണാം. ഭക്തവത്സലനായിട്ടുള്ള ഭഗവാന്റെ പൊന്നു തൃപ്പാദങ്ങളിൽ നാരായണീയത്തിൻ്റെ 3-ാം ദശകം സമർപ്പിക്കുന്നു. 3-ാം ദശകം പഠിക്കാൻ സാധിച്ച എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം, നമസ്തേ.